വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ മുൻകൂട്ടി പ്ലാൻ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് തോന്നിയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മളുടെ മേക്കപ്പ് സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കില്ലേ, അങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് എന്തായാലും ഒരു വീഡിയോ, അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എത്ര നാൾ ഇത് എൻ്റെ അടുത്ത് ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ചിലതിൻ്റെ പേര് ഒരെണ്ണം കാണില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി എത്ര നാൾ ഇത് ഈ ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഉള്ള സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇയറിങ്സ് ബോക്സ് വന്നിട്ട്. അപ്പോൾ അതെ കുറച്ച് ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. എന്നാലും കുറച്ച് നാൾ വെച്ചാൽ ഒരുപാട് നാളായിട്ട് എൻ്റെ കയ്യിൽ ഉള്ള ഇയറിങ്സ് ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം എൻ്റെ ഒരു ഇയറിങ്സ് കളക്ഷൻ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ലിങ്ക് തരാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും വോയിസ് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ചിലപ്പോൾ കാക്കകളിലൊക്കെ കരച്ചിട്ട് നല്ല കേൾക്കാം, കാക്കകളുടെയും പൂച്ചകളിലൊക്കെ കരച്ചിട്ട് നന്നായിട്ട് കേൾക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ബോക്സ് തുറക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ഈ ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്നാണ് കേട്ടോ. 125 രൂപ എങ്ങാനോ റേറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. കണ്ടോ, നമ്മളുടെ കമ്മലുകൾ ഓരോ സെക്ഷനായിട്ട് നമുക്കിങ്ങനെ ഇട്ട് വെക്കാം. ഭയങ്കര ഉപകാരം ഉണ്ടായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു നമ്മളുടെ എന്തതിന് പറയുക, നമ്മളുടെ ഓർഗനൈസർ. നമ്മളുടെ ഇയറിങ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടെ. എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ബോക്സ് വന്നിട്ട്. നമ്മുടെ കമ്മലൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുക്കുകയല്ലേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞു ബോക്സുകളിൽ ഇങ്ങനെ ഇട്ട് വെക്കും, അല്ലെങ്കിൽ ഒരു ബോക്സിൽ തന്നെ എല്ലാം കൂടി ഇട്ട് വെക്കും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ കുറേ എണ്ണത്തിന് നമ്മളുടെ കല്ലൊക്കെ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. അടിപൊളിയായിട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഞാൻ ഓരോ കമ്മലായിട്ട് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഒരു ഇയറിങ്സ് കളക്ഷൻസ് വന്നിട്ട്. അപ്പോൾ ചിലതിൻ്റെ പെയറൊന്നും ഇല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒതുക്കി വെക്കുന്ന സമയത്ത് ചിലതിൻ്റെ പെയറൊന്നും കാണാനില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഉള്ളതിൻ്റെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. ചിലത് പൊട്ടി കിടക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഓക്കെ, എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂടുതലും ഇങ്ങനെ ട്രഡീഷണൽ കമ്മലുകളാണ് ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറ്. കാരണം ഞാൻ കൂടുതലായിട്ട് ചുരിദാർ, അല്ലെങ്കിൽ നമ്മൾക്ക് സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആയിട്ടാവും ഞാൻ എടുക്കുക. എനിക്ക് കൂടുതലും സ്യൂട്ട് ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ കൊട്ടക്കമ്മലുകളൊക്കെ അല്ലേ, അങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഫുള്ള് അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉള്ള കമ്മലുകളാണ് കുറച്ചുള്ളത്. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മോഡേൺ എന്താ പറയുക, അങ്ങനത്തെ കമ്മലുകളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ് ഈ ഒരു ഐറ്റം വന്നിട്ട്. കാണിച്ചു തരാവേ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അന്ന് ഞാൻ എന്തോ ബ്ലൂ ഡ്രസ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമ്മലാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എനിക്ക് കൂടുതലും എൻ്റെ സ്കിൻ ടോണിനൊന്ന് മാച്ചായിട്ട് തോന്നി. എനിക്കിങ്ങനെ നല്ല ഗോൾഡായിട്ട് നിൽക്കണതൊക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുന്നു എൻ്റെ ഒരു ഫേസിലേക്ക്. അതും നമ്മൾ എന്തെങ്കിലും ഫേസിലൊക്കെ ഇട്ടിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വേർക്കും. ഞാൻ പണ്ടൊക്കെ നന്നായിട്ട്, ഇപ്പോൾ തന്നെ നമ്മൾ മേക്കപ്പൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെയ്തിട്ട് പോകുമ്പോഴൊക്കെ കുറേയൊക്കെ അങ്ങനെ ഒലിക്കാതൊക്കെ നിൽക്കും. പക്ഷെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുട്ടിയടിക്കും, ഒരുമാതിരിയൊക്കെ ആയിട്ട് കൊലത്തിലൊക്കെ വീശരം. അപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരിക. കാരണം നമ്മൾ പണ്ട് എന്താ ഫെയർ ആൻഡ് ലവ്ലി എന്തോ ഇടും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മുഖത്തിടും, എന്നിട്ട് ജസ്റ്റ് പൗഡർ ഇടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ ഗോൾഡൻ്റെ കമ്മലും കൂടി ആകുമ്പോൾ ഒരു ജാതിയാവും. അപ്പോൾ ഞാൻ അന്ന് മുതലേ അങ്ങനത്തെ ഗോൾഡിൻ്റെ അങ്ങനെ ഇടാറില്ല. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡൊക്കെയാണ് എനിക്ക് കൂടുതലും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഇയറിങ്സ് വന്നിട്ട്. അപ്പോൾ ഇത് ഓൺലൈനിൽ എങ്ങാനും ഞാൻ ഇത് മീഷോന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനിൽ ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇതേപോലത്തെ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പറയണേ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വന്നിട്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതേ ഈ ഒരു കൊട്ടയും കമ്മലും അതാണ് എൻ്റെ ഫേസിലേക്ക് ഒന്നും കൂടി എനിക്ക് സ്യൂട്ടായിട്ട് തോന്നാറ് കേട്ടോ. എൻ്റെ ഒരു റൗണ്ട് ഷേപ്പല്ല എൻ്റെ ഫേസ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കമ്മൽ ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ ലുക്കുള്ള കമ്മലുകളാണ് എനിക്ക് കൂടുതലായിട്ടും ചേരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഈ ഒരു ഇയറിങ്സ് വന്നിട്ട് കണ്ടോ. ഓക്കെ, രസമായിട്ടുണ്ടല്ലേ. നമ്മൾ സെറ്റ് സാരി അല്ലെങ്കിൽ ട്രഡീഷണൽ ചുരിദാർ അങ്ങനത്തെ ഐറ്റംസിലേക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചാണ്. ഇപ്പം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഷൂട്ടിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇയറിങ്സ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ നമ്മുടെ ഓണത്തിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടെ. അപ്പോൾ ആ ഒരു എന്തായിരുന്നു നമ്മളുടെ സ്കേർട്ടും ടോപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊരു കമ്മലാണ് ഇത് കണ്ടോ. നല്ല നല്ല രസമുണ്ട്. നമ്മളുടെ ഒരു ഗോൾഡ് കണ്ണാണല്ലേ. അപ്പോൾ ഒരു ഗോൾഡ്, തനി ഗോൾഡ് അല്ല, എന്നാലും നല്ല രസമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇതിന് റേറ്റ് ഞാനിപ്പോൾ ഇട്ടേന് റേറ്റ് 100 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് ഓർമ്മ ഉള്ളതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് 100 സംതിങ് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്നിട്ട്. അടുത്തത് വന്നിട്ട് കുറച്ച് കാലമായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ഐറ്റമാണ്. ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ല. ഓക്കെ, കളർ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാറ്റ് വന്നപ്പോൾ ജനൽ അടഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് അടുത്തത് വന്നിട്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് കുറച്ച് കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. ഇതെനിക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. കളർ ലേശമൊക്കെ പോയിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ ഇത് ഭയങ്കര എനിക്ക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നാറുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാതും ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായതെന്ന് പറയുക കേട്ടോ. ഞാൻ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ തോന്നി. ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ. എനിക്ക് എന്താ പറയുക, പറ്റുന്നതിൻ്റെ കിട്ടുന്നതിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കമ്മലാണ്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. ജിമിക്കി ഒരു റൗണ്ട് വന്നിട്ട് ഇത് ബ്ലാക്ക് മെറ്റൽ ആ ഒരു ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഒരു സ്റ്റോണൊക്കെ വരുന്നുണ്ട് ഇതിൽ കണ്ടോ. ഇത് ഞാൻ എന്തോ ഒരു ട്രഡീഷണൽ ഡ്രസ്സിലേക്ക് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് കണ്ടില്ലേ. ഓക്കെ, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഞാൻ ഒരു പച്ച ചുരിദാർ നമ്മളുടെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീയിലും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനൊരു പച്ച ഡ്രസ്സ് ഇങ്ങനെ ആയിട്ടൊരു, ഞാനത് ഇൻസ്റ്റയിൽ നിന്ന് ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജിമിക്കിയാണ് കേട്ടോ. ഇത് ഒരു പച്ച, ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു പച്ച ഡ്രസ്സിലേക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാവും കണ്ടോ. ചുരിദാറിലേക്കും ഓക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഞാൻ ഇതിട്ട് കാണിക്കണോ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പച്ച കമ്മൽ. ഇത് പണ്ട് മുതലേ ഉള്ള മോഡലാണ്. പക്ഷേ എപ്പോഴും ട്രെൻഡായിട്ട് ആ ഒരു പുതുമ പോവാത്ത ഒരു കമ്മലാണ് ഈ ഒരു കമ്മൽ. ഇങ്ങനത്തെ ഒരു മോഡൽ റൗണ്ട് വന്നിട്ട് ജിമിക്ക് വരുന്നത്. അപ്പോൾ കണ്ടില്ല, നല്ല രസമായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കമ്മൽ നമ്മളുടെ ഓൺലൈനിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതേ സെയിം ഇതല്ലെങ്കിലും ഇതേ മോഡലൊക്കെ ലിങ്ക്, കമ്മലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കമ്മൽ വരുന്നത് ഏതപ്പോൾ ഞാൻ കാണിച്ചേ. ഓക്കെ, ഈ ഒരു കമ്മലാണ്. ഇത് എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ള കമ്മലാണ് കേട്ടോ. നൊസ്റ്റുള്ള കമ്മലാണ് പറയാൻ വരുന്നില്ല. ഇതെൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കല്യാണത്തിന് നമ്മൾ ഗോൾഡിൻ്റെ അല്ല, എനിക്ക് കമ്മൽ ഗോൾഡിൻ്റെ വേണ്ട എന്നുള്ളൊരു കമ്മൽ ഗോൾഡിൻ്റെ ഇത്ര ഭംഗിയുള്ളതായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഭംഗിയുള്ളത് നമ്മളുടെ സാരിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കണ്ടോ ഈ ഒരു കമ്മൽ. ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് അറൗണ്ട് 800 അങ്ങനെ അതിൻ്റെ മുകളിലുണ്ട് റേറ്റ് വന്നിട്ട്. 1000ൻ്റെ ഉള്ളിലാണ്.
അപ്പോൾ ഇത് നമ്മൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കല്യാണമല്ലേ, അപ്പോൾ കല്യാണത്തിന് നല്ലതൊരെണ്ണം കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു കമ്മൽ വന്നിട്ട്. അപ്പോൾ ഇത് ഞാൻ വേറെ ഇതിനും ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഇത് ഞാൻ ചില സാരി സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനത്തെ എന്തിൻ്റെ കൂടെ ഞാൻ ഈ ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കളർ പോവില്ല. നമുക്ക് ഇതേപോലെ നോർമലി ട്രഡീഷണലൊക്കെ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ല രസമുള്ള ഒരു കമ്മലാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഓൺലൈനിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഓൺലൈനിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ കുന്നംകുളത്ത് നിന്ന് വാങ്ങിച്ചതാവും, കുന്നംകുളത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിലേ, ഒന്നും കാണാനില്ല. പിന്നെ ഈ ഒരു കമ്മൽ വന്നിട്ട് കണ്ടോ, പിന്നെയുള്ള ഈ ഒരു പച്ച കമ്മൽ, നമുക്ക് പച്ച സെറ്റുമുണ്ട്, പച്ച ചുരിദാർ, അതിലേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പച്ച ഷെയ്ഡ് കമ്മലാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കമ്മലാണേ. അപ്പോൾ ഈ ഒരു കമ്മൽ എനിക്ക് ഒരാൾ തന്നതാണ് കേട്ടോ. ഇത് എൻ്റെ വല്യമ്മയുടെ മോള് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആള് ഞാൻ എന്തിനോ സെറ്റുമുണ്ടോ എന്തിലേക്കോ വേണ്ടിയിട്ട് ഞാൻ ആളുടെ അടുത്ത് കമ്മൽ ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു അന്ന് ഞാൻ എന്തെങ്കിലും കമ്മൽ ഉണ്ടായിരുന്നില്ല, അപ്പം ഇങ്ങനത്തെ ഒരു കമ്മൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് ഇടാൻ വേണ്ടിയിട്ട് തന്നതാണ്, പിന്നെ കൊടുത്തില്ല എന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. പിന്നെ ആള് പറഞ്ഞു ഇത് ആളിടാറില്ല, നീ ഇട്ടോ, നീ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്മൽ ഇപ്പോൾ അതും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മലുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പിന്നെ ഒക്കെ ട്രഡീഷണൽ എല്ലാം കുറച്ചൊന്ന് ഹെവി ടൈപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇപ്പോൾ കാണിക്കുന്ന കമ്മലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ ചാനലിൽ. അപ്പോൾ കാണാത്തവർക്ക് ഈ കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ കുറേ പേര് കണ്ടിട്ടില്ല എന്നറിയാം. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടിയും കാണിക്കാം. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഈ ഒരു കമ്മലാണ്, കണ്ടോ. അപ്പോൾ ഈ ഒരു കമ്മൽ വന്നിട്ട് നമ്മളുടെ ട്രഡീഷണൽ ലുക്കിലേക്ക് ഇടാം, നമ്മുടെ മോഡൽ ലുക്കിലേക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കമ്മലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് അടുത്തത്. ഇനി നെക്സ്റ്റ് വന്നത് ഇത് ഈ ഒരു കമ്മലാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിലുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് നല്ല രസമായിട്ടുണ്ട്, ഇങ്ങനെ പിരിപിരി പോലെ കിടക്കുന്ന ഒരു മോഡൽ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാവേ. ഇങ്ങനത്തെ ഒരു മോഡൽ എന്നെ പോലെ ഫേസ് റൗണ്ട് ഷേപ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭംഗിയുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, നമുക്ക് ഇട്ട് വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല രസമായിട്ട് കിടക്കുന്നുണ്ടല്ലേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ പറയുക ഇത് എനിക്ക് ഭംഗിയുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ബോറായിട്ട് തോന്നുന്നില്ല, കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാല്ലേ, രസമായിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ ഒരു സെറ്റിലുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കമ്മലാണ് കേട്ടോ. ആ സെറ്റിലുള്ള തന്നെയാണ് ഇങ്ങനത്തെ ഒരു കമ്മൽ. ഇതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതാണ്. നെക്സ്റ്റ് വരുന്നത് അതേ മോഡൽ തന്നെയുള്ള ഒരു വേറെ കമ്മലാണ് കേട്ടോ. ഇതാണ് കേട്ടോ, ഇതിൻ്റെ പേര് കാണാനില്ല. ഓക്കെ, ഇതാണ്. ഇനി അടുത്ത ഒരു ഷെയ്ഡ് കമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത വരുന്നത് ഈ ഒരു കമ്മലാണ് കേട്ടോ. കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ അടുത്ത് വാങ്ങിച്ചാണ്ടോ, ഒരാഴ്ച ആയിട്ടില്ല. ഇപ്പം അടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു കമ്മലാണ്. കണ്ടോ, നല്ല ഒരു ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള സ്റ്റോൺ വെളുപ്പുകൾ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കമ്മൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കൊറിയൻ ഇയറിങ്സ് എന്ന് പറയില്ലേ ആ സംഭവം. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും, മറ്റേ ചെറിയുടെ മോഡൽ. ഇതൊക്കെ ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേട്ടോ. അത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് ട്രെൻഡായിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോള്. കണ്ടോ, നമുക്ക് തൊടുമ്പോഴും കണ്ടോ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 100 സംതിങ് അങ്ങാനോ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമായൊരു കമ്മലാണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഇനി അടുത്തത് വന്നിട്ട് എന്തൊക്കെയാ വീഴുന്നത്. നെക്സ്റ്റ് ഇത് ഈ ഒരു കമ്മലാണ്. ഇതും ഒരു സെറ്റായിട്ട് ഞാൻ നമ്മളുടെ മീഷോ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഇത് പോന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുളത്തണതില്ലേ, അത് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൽ തന്നെ ഉണ്ട്, നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഞാനത് വെച്ചിട്ടില്ല, വെക്കണം എന്തായാലും. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല രസമായിട്ടുള്ളൊരു കമ്മലാണ് കണ്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ചുരിദാറിൻ്റെയും സാരിയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. നെക്സ്റ്റ് ഇത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ ഇത്രയും വലിപ്പം പ്രതീക്ഷിക്കാതെ കിട്ടിപ്പോയൊരു കമ്മലാണ്. ഇത് ഞാൻ ഇതിനേക്കാളും ചെറുതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇത് കൂടുന്നിട്ട് ഇട്ട് വെക്കുമ്പോൾ എൻ്റെ പൊന്നി, ഞാൻ ഇത്രയ്ക്ക് ഇടാറില്ല, വലുത് ഇടാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഇട്ട് നോക്കുമ്പോൾ രസമുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കുറേ പേരുടെ കണ്ടിട്ടുള്ളതായിരിക്കും. ഞാൻ അങ്ങനെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ പേരുടെ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ. നല്ലൊരു കമ്മലാണ് കേട്ടോ, നല്ല രസമായിട്ടുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. ഇത്രയും ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടുന്ന ആൾക്കാർ, കുറച്ച് വലിയ കമ്മലൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഇത്ര വലുത് ഇടുന്ന ആളെന്നല്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇട്ട് നോക്കി നോക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ്. പിന്നത്തെ കമ്മൽ വന്നിട്ട് ഇതും ഒരു കൊറിയൻ ഇയറിങ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് കണ്ടോ. ഇത് ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഇല്ലേ, ആ റൗണ്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെയാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇട്ട് വെക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇവിടെ സ്റ്റോൺ വന്നിട്ട് പിന്നെ ഇങ്ങനെ ബോൾ ഒരു പേൾ വരുന്നുണ്ട്. അത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യില്ലേ, അവിടെ ആയിട്ടാണ് ഒരു പേൾ വരുന്നത്. ഓക്കെ, ഇത് നല്ലൊരു കമ്മലാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ എനിക്കും ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത്, ഞാൻ എല്ലാം ഇട്ട് നോക്കിയിട്ടില്ല, എല്ലാം ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം വേണം. അപ്പോൾ ഏതാ കൂടുതൽ ഭംഗി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാണ്. നെക്സ്റ്റ് ഒരു കമ്മലും കൂടി ഉണ്ടല്ലോ. അടുത്തത് വന്നിട്ട് ഇത് ഈ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മളെ ചാനലിൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് കണ്ടോ. നല്ല രസത്തിൽ കിടക്കും ഇത്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇതിങ്ങനെ ഇൻറ്റു പോലെ വന്നിട്ട് കണ്ടോ, ഇൻറ്റു പോലെ വന്നിട്ട് ഈ ബാക്കിൽ ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ജോയിൻ ചെയ്യാം കണ്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഇയറിങ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. കണ്ടോ, കാണുന്നില്ല, ലിങ്ക് ഫോക്കസ് ആവുന്നില്ല അല്ലേ. ഓക്കെ, ഇതാണ് കേട്ടോ. അടുത്തത് ഇത് ഈ ഒരു കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ പേര് അപ്പുറത്തിരിക്കുന്നുണ്ട്, അത് ഞാൻ എന്തായാലും എണീറ്റ് പോയി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇവിടെ ഒരു നമ്മളുടെ മിറർ വന്നിട്ട് ഇങ്ങനെ ഒരു ജിമിക്കി. ഇത് നല്ല രസമുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കമ്മലാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനത്തെ കമ്മലോ നമുക്ക് ഭംഗിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാട്ടോ, നമുക്ക് എങ്ങനത്തെയും ചേരും. അത് നമ്മൾ ഇട്ട് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ലെങ്ത് ആയിട്ടുള്ളത് ചിലപ്പോൾ ചേരാറില്ല. എനിക്ക് അങ്ങനെ ചേരാറില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇട്ട് നോക്കി നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, ചേരുന്ന് എനിക്ക് ഒരു ഭംഗിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കിട്ടുന്നതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഇയറിങ്സ് കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും കേട്ടോ. ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. അപ്പോൾ
ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഇയറിങ്സ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്നും അതേപോലെ തന്നെ എനിക്ക് ഏതാ ഭംഗിയുള്ളത് എന്നുള്ളതും ഞാൻ എല്ലാം ഇട്ട് കാണിച്ചിട്ടില്ല, എന്നാലും ഇട്ടിയിൽ എനിക്ക് ഏതാ ഒന്നുകൂടി ചേരുന്നത് എന്നുള്ളതും പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എങ്ങനത്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഉള്ള ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കയറി കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അത് കണ്ടു നോക്കുക. ഇനി എന്തെങ്കിലും ഞാൻ വേറെ എക്സ്ട്രാ ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.